പ്രേക്ഷകർക്കും നമസ്കാരം. കൃത്യമായ തമാശകൾ നൽകുന്ന മനസ്സുഖവും സന്തോഷവും അത് വിലമതിക്കാനാവാത്തതാണ്. നല്ല നല്ല തമാശകൾ കേട്ട് പൊട്ടിച്ചിരിച്ച് കൂടുതൽ പോസിറ്റിവിറ്റിയും സന്തോഷവും ജീവിതത്തിൽ നിറയ്ക്കുവാനായിട്ട് വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. When we begin our program, let's welcome the backbone of Once Upon a Time, the one and only Ramesh Pishardi. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കിടക്കുമ്പോൾ ചില മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതൊരു ഫ്രണ്ട്ഷിപ്പ് മാച്ച്, സൗഹൃദ മത്സരങ്ങൾ എന്ന് ചില മത്സരങ്ങളെ പറയാറുണ്ട്. കാരണം അതിനകത്ത് ജയപരാജയങ്ങൾക്കൊന്നും വലിയ പങ്കില്ല, അതൊരു സൗഹൃദത്തിന്റെ ഭാഗമായി നടക്കുന്ന മത്സരങ്ങളാണ്. ചിലർ പറയാറുണ്ട് ആരോഗ്യപരമായ ചർച്ചകൾ എന്ന് പറയുന്നത് ഒരു ചർച്ചയുടെ അവസാനം ആരും തമ്മിൽ വഴക്കുണ്ടാകുന്നില്ല, ആ ചർച്ചയുടെ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് എന്തെങ്കിലും ഒരു നല്ല ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. എന്നാൽ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡ് നാനാർത്ഥത്തിൽ പ്രയോഗിച്ചാൽ ആരോഗ്യപരമായ ഒരു എപ്പിസോഡായിരിക്കും. കാരണം ഒരു കലാകാരൻ, അദ്ദേഹം ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം കളരി പഠിച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുള്ളതാണ് ഇത് മൂന്നും തമ്മിൽ. എന്നാൽ ഇതൊക്കെ പഠിച്ചൊരു കലാകാരൻ 4 പതിറ്റാണ്ടുകളോളമായി മലയാള സിനിമയിൽ പലതരത്തിൽപ്പെട്ട വേഷങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കലാകാരൻ, ഗായകനാണ്. പല രീതിയിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരൻ. ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ശ്രീ ഭീമൻ രഘുചേട്ടൻ. സമ്മരംഭത്തിലെ എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ക്ലൈമാക്സിൽ പെട്ടെന്ന് ലാലേട്ടന്റെ ഒരു വരവുണ്ടായിരുന്നു. തിയേറ്ററിൽ എല്ലാവർക്കും വലിയ സന്തോഷം തോന്നി. ചന്ദ്രലേഖ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്റർവെല്ലിന് പെട്ടെന്ന് അനിൽ കപൂർ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാം സന്തോഷം തോന്നി എന്ന് പറഞ്ഞ പോലെ ആ നടന്നു വരവിന്റെ അവസാനം ആ 2 സാധനം ഇട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. രഘുചേട്ടാ സന്തോഷം തോന്നി. അപ്പൊ രഘുചേട്ടാ, ഗൗരവമുള്ള വേഷങ്ങൾ, വലിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ട് ആദ്യമായിട്ടൊരു ഇതൊരു കോമഡി വേഷമാണല്ലോ, ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഹാസ്യവേഷമാണല്ലോ എന്ന് തോന്നിയ വേഷം ഏതായിരുന്നു സിനിമയിൽ ചെയ്തത്? അത് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ ജെയിംസ് ബോണ്ട് 007 എന്ന് പറഞ്ഞൊരു ഒരു മുസ്ലിം ക്യാരക്ടർ. അപ്പൊ അത് ആ ഒരു ക്യാരക്ടറാണ് എന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് ഇഴച്ച് വലിച്ചു കൊണ്ടുവന്നൊരു സാധനം. ഏറ്റവും പുതിയ ചില വിശേഷങ്ങൾ അറിയുന്നുണ്ടല്ലോ രഘുചേട്ടാ? പുതിയ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പടം 27-ന് റിലീസായി. അത് കാളച്ചേകം എന്ന് പറഞ്ഞൊരു പടമാണ്. അതായത് നമ്മുടെ മലപ്പുറം ഏരിയയിലുള്ള ഒരു കാളയോട്ട മത്സരമാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം. അതിനകത്ത് പോക്കർ എന്നും പറഞ്ഞ്, അരമന പോക്കർ എന്നും പറഞ്ഞ് ഒരു മുസ്ലിം കഥാപാത്രം ഞാൻ ചെയ്യുന്നു. അതായത് അത് ഇപ്പോഴും ആ അരമന പോക്കറുടെ മോള് ഇപ്പോഴും പെരിന്തൽമണ്ണ ജീവിച്ചിരിപ്പുണ്ട്. ഷീ ഈസ് റൗണ്ട് അബൌട്ട് 60 or 62 years. നമ്മുടെ അമ്മയുടെ സംഘടനയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ രഘുചേട്ടൻ്റെ ഒരു വരവും ഒരു ഷോയും ഒക്കെ ഉണ്ട്. അതായത് ഇൻഡോർ AC ഹോളിൽ പരിപാടി നടക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് വരും. ആദ്യം തന്നെ അതിനകത്ത് മുഴുവൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുക, മൊത്തത്തിൽ അതിന്റെ ഫ്രണ്ടിൽ കൂടെ നെഞ്ചു വിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഒരു ഷോ ഉണ്ട് രഘുചേട്ടന്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ യോഗത്തിൽ ഒരുപാട് അഭിനേതാക്കൾ, അമ്മയുടെ കൈനീട്ടം വാങ്ങുന്ന അഭിനേതാക്കൾക്കൊക്കെ പഴയ ആൾക്കാർക്ക് ഒരുപാട് പേർക്കൊന്നും അന്നുണ്ടായിരുന്ന അത്ര സിനിമകളില്ല, അവർക്ക് സാമ്പത്തികമായി പലതരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, അതിനുവേണ്ടി സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും എന്നൊക്കെയുള്ളൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് രഘുചേട്ടൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് കൈപൊക്കി. എല്ലാവരും സൈലന്റ് ആയി. അതായത് KGF റോക്കി ബായുടെ കുട്ടിക്കാലം കൈപൊക്കൂല്ലേ, അതുപോലൊരു കൈപൊക്കലായിരുന്നു. എല്ലാവരും വന്നു. രഘുചേട്ടൻ നേരെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പലർക്കും ഇവിടെ വേഷമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ആ സിനിമയിൽ അമ്മയിലുള്ള ആർക്കൊക്കെ വേഷങ്ങളിൽ നിന്നുള്ള പരാതി ഉണ്ടോ അവർക്കെല്ലാം ഞാൻ വേഷം കൊടുക്കും. ഒറ്റ കൈയടിയാണ്. ഇതിനേക്കാളും വലിയ കൈയടിയാണ് ജനറൽ ബോഡിക്ക്. ആ കൈയടിങ്ങ് തീർന്നപ്പോൾ രഘുചേട്ടൻ പറയുക, പക്ഷെ ഒരു കാര്യമുണ്ട്, 10 പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. ഇത് ഞാൻ കയ്യിന്നിട്ട് പറയുന്നതല്ല, ഇത് അല്ല നിഷേധിക്കണ രഘുചേട്ടൻ നിക്കല്ലേ ഞാൻ പറയുന്നത്. ഇത് രഘുചേട്ടൻ പറഞ്ഞ കാര്യമാണ്. ഇതെന്താ രഘുചേട്ടൻ അതിന്റെ കഥ എനിക്കൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ഇല്ല, അതിന്റെ കഥ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പടം തുടങ്ങാനായിട്ട് നമ്മളെ സഹായിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രാത്രിയിൽ കിടന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഇവരൊക്കെ 3-4 പേര് നമുക്ക് കയ്യെന്ന് നമ്മളൊക്കെ കാണും, കൂട്ടത്തിൽ കാണും, ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ക്യാമറ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒറ്റ ഒരുത്തനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
എല്ലാരും മുങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ജയചേട്ടൻ ഒരു കാര്യം പറയാം. ജയചേട്ടന് അതിനകത്ത് കൊടുക്കാൻ ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ് എല്ലാവർക്കും ചെയ്യുന്ന ആളാണ്. ജയചേട്ടൻ അത് പറയുന്നതിനകത്ത് ഒരു ആത്മാർത്ഥത. സത്യമായിട്ട് കയ്യിൽ കാശുണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ വാരി കൊടുക്കും. അതിനൊന്നും അതായത് യാതൊരു എല്ലാവരും അഭിനയിക്കാൻ വന്നിട്ട് എനിക്ക് ഇത്ര രൂപ തരണം ഇത്ര രൂപ തരണം എന്ന് വെച്ചാൽ കൊടുക്കാനുള്ള ബഡ്ജറ്റിൽ, പക്ഷെ വേഷം കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി അതുണ്ട്. അദ്ദേഹത്തിനുണ്ട്. എല്ലാവർക്കും കൊടുക്കാനുള്ള നല്ല. പക്ഷെ വേറൊരു കാര്യമാണ്, ആ കഥ എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഷോ പോലെ പോകുന്നൊരു കഥയാണ്. ഒരു അച്ഛനും 12-13 വയസ്സുള്ള ഒരു മോളും, അവരുടെ കഥയാണത്. അത് അവൾക്കാണെന്നുണ്ടെങ്കിൽ ചെവി കേൾക്കാൻ സംസാരിക്കില്ല. ആ ഒരു സംഭവത്തിനകത്ത് ഇയാള് ഈ ചാണകം കൊണ്ട് ഓരോ വീടുകളിൽ ചെന്നിങ്ങനെ മൂർച്ച വരുത്തുന്ന കത്തി മൂർച്ചയാക്കുന്ന ഒരു സാധനമാണ് ഈ ചാണകം. ഒരു നിമിഷം ആ സിനിമയെ കുറിച്ച് പറഞ്ഞില്ല. ചാണ എന്നാണ് ആ സിനിമയുടെ പേര്. കത്തി മൂർച്ചയാക്കുന്ന എക്യുപ്മെന്റ് ആണ് ചാണ. ഒറിജിനലായി സംസാരശേഷി ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. അതിന്റെ വേറൊരു വെർഷൻ എന്താന്ന് വെച്ചാല്, ഈ കഥാപാത്രം നമ്മൾ സിനിമയിലെ ആർട്ടിസ്റ്റുകൾ, അതായത് നമ്മുടെ അസോസിയേഷനിലെ ആൾക്കാർക്കൊക്കെ ഓരോ ദിവസം അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെ 10 മിനിറ്റ് നേരമുള്ള ക്യാരക്ടേഴ്സ് അതിനകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അവർക്കത് ചെയ്തിട്ട് പോകുമ്പോൾ ഞാൻ എന്ത് കാശ് അവർക്ക് കൊടുക്കും? അവർക്ക് ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ ജനാർദ്ദനെ വിളിക്കുകയാണെങ്കിൽ എനിക്കൊരു പുള്ളി ഒരു രൂപ അല്ലെ 2 രൂപ പ്രതീക്ഷിക്കും ഒരു ദിവസത്തെ വർക്കിന് വേണ്ടി. അതിന് ഒരു ദിവസത്തെ വർക്ക് പോലും ഇല്ല അതിനകത്ത്. അതെ, മനസ്സിലായില്ല? അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? അങ്ങനെ ഒരു കൺഫ്യൂഷൻ. TG രവിയേട്ടനെ ഞാൻ വിളിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവസാന വർഷം രവിയേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട്, രവിയേട്ടാ സംഭവമൊക്കെ തലകുത്തനെ വീണു, അത് കാരണം വിളിക്കാനുള്ള സെറ്റപ്പ് എനിക്കില്ല. എടാ നീ വിളിച്ചാൽ മതി, ഞാനങ്ങ് വരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ വരും എന്നുള്ള ഉറപ്പാണ്, ആര് വിളിച്ചാലും വരും. അവിടെ വരുമ്പോൾ നിങ്ങളെ മടക്കി അയക്കുക എന്നുള്ള എൻ്റെ ഒരു ചുമതലയാണ്. വെറും കൈവീശി എനിക്ക് തിരിച്ചയക്കാൻ ഒക്കില്ല. നിങ്ങൾക്കൊരു 5 രൂപ 2 രൂപ 3 രൂപ 3000 രൂപ തന്നെ എനിക്ക് വിടാൻ ഒക്കില്ല. അത്ര സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ വിളിക്കേണ്ടത്. അപ്പൊ അവർക്ക് ഞാൻ അതനുസരിച്ച് ഞാൻ കൊടുക്കണ്ടേ. എന്നെ സഹായിക്കുന്നവർ പറഞ്ഞവരാരുമില്ല. അതെ. അവസാനം ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് ആദ്യം ഒരു സോങ് ഒക്കെ റെക്കോർഡ് ചെയ്തു. അതെല്ലാം കൂടെ തല്ലിക്കൂട്ടി പുനലൂർ ഫോറസ്റ്റിനകത്ത് ആ പാട്ടാണ് ഞാൻ പാടി കേൾപ്പിച്ചു തരാം. അതാണ് ആ പാട്ട് ഞാൻ പാടി കേൾപ്പിച്ചു തരാം. വളരെ മനോഹരമായ ഒരു പാട്ടാണ്, തമിഴാണ്. തമിഴ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് കനകൻ എന്നും പറഞ്ഞൊരു തമിഴ് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒത്തയടിപ്പാതയിലേ നിത്തമെன்று തേടുതടി സുത്തമടി പാഴ്വയിലേ വെത്തല പോൽ വാടുതടി. ഒത്തയടിപ്പാതയിലേ നിത്തമെன்று തേടുതടി സുത്തമടി പാവയിലേ வெத்தல போல் வாடுதடி. என்னம்மா பார்க்கிறாங்க கண்ணம்மா போகிறாங்க, என்னம்மா பார்க்கிறாங்க கண்ணம்மா போகிறாங்க. முத்தம்மா நீ கொடுத்த வைரங்கள் நான் எடுத்தேன், முத்தம்மா நீ கொடுத்த வைரங்கள் நான் எடுத்தேன். ஒத்தையடி பாதையிலே நித்தமென்று தேடுதடி சுத்தமடி பாவையிலே வெத்தல போல் வாடுதடி. என்னம்மா பார்க்கிறாங்க கண்ணம்மா போகிறாங்க, என்னம்மா பார்க்கிறாங்க கண்ணம்மா போகிறாங்க. முத்தம்மா நீ கொடுத்த வைரங்கள் நான் எடுத்தேன், முத்தம்மா நீ கொடுத்த வைரங்கள் நான் எடுத்தேன். ஒத்தையடி பாதையிலே நித்தமென்று தேடுதடி சுத்தமடி பார்வையிலே வெத்தல போல் வாடுதடி. ஒத்தையடி பாதையிலே நித்தமென்று தேடுதடி சுத்தமடி பார்வையிலே വെത്തല പോൽ വാടുതടി. നമുക്ക് അങ്ങോട്ട് ചെയ്യാം. വരും വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി നമുക്കൊരു നല്ല സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കാണാം. ഈ വേദിയിൽ എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മുകേഷ് OMR ഫ്രം കാഞ്ഞങ്ങാട്. ഹായ് രമേശ് ചേട്ടാ. നമസ്കാരം.
നമസ്കാരം ചേട്ടാ. നമസ്കാരം. സിനിമയിലെല്ലാ രണ്ടുപേരെയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളെ നമ്മൾ ആദ്യമായിട്ട് കാണാണ്. കാരണം എന്താ പറഞ്ഞാൽ അത് പറയേണ്ട ഒരു കാരണമുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ചെറിയ ചെറിയ കലാപരിപാടികൾ, മിമിക്രി, പിന്നെ ഫിഗർ ഒക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് പറയും, നമ്മുടെ വൈശാഖ് സാറിന്റെ നാടിന്റെ. അപ്പോ ഞാൻ പല ഓഡീഷനും പോയി. എനിക്ക് ഇതുവരെ ഓഡീഷനിൽ ഒരു പടത്തിൽ കിട്ടി, അതിൽ സെലക്ട് ആയി കോസ്റ്റ്യൂംസിന്റെ അളവെല്ലാം എടുത്തിട്ട് പോയി. ആ സമയത്ത് എൻ്റെ ഭാര്യക്ക് BP ഓവറായിട്ട് മംഗലാപുരത്ത് കൊണ്ടുപോയി. അങ്ങനെ ആ പടത്തിൽ എനിക്ക് ഡയറക്ടർ വിളിക്കുമ്പോൾ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഈ എറണാകുളം ഇറങ്ങിയിട്ടാകുമ്പോൾ ഞാനൊരു ലോട്ടറി എടുത്തു. ഈ ഓഡീഷന് പോകുന്ന സമയത്ത് രണ്ടിലേതെങ്കിലും ഒന്ന് എനിക്ക് കിട്ടണം എന്ന്. അങ്ങനെ ലോട്ടറി അടിച്ചില്ല. ലോട്ടറി അടിച്ചതിനേക്കാൾ സന്തോഷത്തിലാണ് ഞാനിപ്പോ ഈ വേദിയിൽ. ഇതൊരു ലോട്ടറി അല്ലേ? ആ ലോട്ടറി അടിച്ചില്ലേ, ഈ ലോട്ടറി അടിച്ചില്ലേ, പിന്നെന്ത് വേണം? അതാണ് നല്ലൊരു ക്ലാസ് വേണം അദ്ദേഹത്തിന്. അതാണ് അതാണ് ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ചാനലിൽ നിൽക്കാൻ എനിക്ക് അവസരം തന്നത് ഈ ഒരു പരിപാടിയാണ്, ഫ്രണ്ട്സ് ഓഫ് ഓൺ എ ടൈം. ദൈവത്തിനോടും ഇതിന്റെ ഭാഗവാക്കായ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഉറപ്പായിട്ടും നമ്മളുടെ ഇതിലെ ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങളിത് കുറച്ചുപേര് ഇത് പറയാറുണ്ട് വേദിയിൽ, ചിലത് നമ്മൾ കാണിക്കും, ചില കാണിക്കും. രണ്ടായാലും ഇതിൽ വന്നിട്ടുള്ള ടോട്ടൽ കലാകാരന്മാരിലെ 75% പേർ ആദ്യമായിട്ട് വരുന്നവരാണ്. അവരെല്ലാം വലിയ ആത്മവിശ്വാസത്തോടെ പോയവരുണ്ട്, സിനിമയിലെത്തിയവരുണ്ട്, ഇത് തൊഴിലാക്കിയവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഓഡീഷൻ വരുന്നു, കിട്ടുന്നു, കാസർഗോഡ് നിന്ന് വരികയാണല്ലേ, അത്ര ദൂരെ ഇത്രയും നേരം യാത്ര ചെയ്തൊക്കെ വരുന്നതാണ്. ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ അമ്മയും അമ്മമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിൽ വൈറലാണ്. അത് കേരളത്തിൽ മൊത്തം വൈറലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെയാണ് രമേശ് ചേട്ടാ ഈ പ്രശ്നം തുടങ്ങല്. അമ്മ പറയും ദോശ ചൂടാന്ന്, അമ്മമ്മ പറയും പത്തിരി ചൂടാന്ന്. ലാസ്റ്റ് ദോശയും ഉണ്ടാവില്ല, പത്തിരി ഉണ്ടാവില്ല. പഴങ്കഞ്ഞിയും കുടിച്ചിട്ട് ഞാനും എൻ്റെ അച്ഛനും പണിക്ക് പോകും. ഇതെല്ലാം സഹിക്കാം. ഇവര് മിസൈൽ വിടുന്ന പോലെ പച്ചത്തെറി വിടലുണ്ട് മുകളിലോട്ട്. അത് കേൾക്കുന്ന സമയത്ത് എൻ്റെ ചെവി പൊത്തണോ നാട്ടുകാരുടെ ചെവി പൊത്തണോ ഒന്നും എനിക്കറിയില്ല. ഭൂമി പിളർന്ന് എന്നെ സ്വീകരിച്ചാലോ എൻ്റെ ഭഗവാനെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഈ കട്ടക്കലിപ്പിലാണ് അമ്മമ്മ നിൽക്കുന്നത്. ആ സമയത്താണ് പത്രക്കാരെ കനകാമ്പരേട്ടൻ വരുന്നത്. വന്നിട്ട് അമ്മമ്മയോട് ഒറ്റ ചോദ്യം, അമ്മമ്മേ 6 മാസത്തെ പത്രത്തിന്റെ പൈസ കിട്ടാനുണ്ട്, എനിക്ക് ഇപ്പൊ വേണമെന്ന്. അമ്മമ്മ നേരെ ഉള്ളിലേക്ക് പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും പോകില്ലല്ലോ, അമ്മമ്മ കൊടുക്കുമല്ലോ. 6 മാസത്തെ പത്രത്തിന്റെ കെട്ടെടുത്തിട്ട് കനകാമ്പരന്റെ കൊടുത്തിട്ട് പറഞ്ഞു, എന്താ കനകാമ്പര നിന്റെ പത്രം, ഞാൻ പൈസ തരുമ്പോ ഇങ്ങോട്ട് തന്നാ മതി. അങ്ങനെയാണ് അമ്മമ്മയുടെ അവസ്ഥ. ഈ അമ്മ തൊഴിലുറപ്പിന് പോയിട്ട് തൊഴിലിൽ ഉറക്കം കണ്ടെത്തിയ ഒരാളാണ്. എന്നാ പിന്നെ അമ്മമ്മയാണെങ്കിലോ കാലന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരാളും കൂടിയാണ്. അമ്മമ്മേരെ നാവ് എന്ന് പറഞ്ഞാൽ പാമ്പം പാലത്തിന്റെ അത്ര ബലവും, ശരീരാണെങ്കിൽ തുരുമ്പ് പിടിച്ച ആണി പോലെയാണ്. എൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ അടുത്ത് പിന്നെ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അത് ഒരൊറ്റ ഒരു വാക്കിൽ കളഞ്ഞ വ്യക്തിയാണ് എൻ്റെ ഈ അമ്മമ്മ, എൻ്റെ കഥാനായിക. ഒന്നും പറഞ്ഞിട്ട നേരെ ഡോക്ടറെ അടുത്തേക്ക് മുറുക്കി തുപ്പിക്കൊണ്ട് പോയിട്ട് ചോദിച്ചു, അല്ല മോനെ 8 കൊല്ലായില്ലേ നീ എൻ്റെ മോനിവിടെ പണിയെടുക്കുന്നത്, ഇതുവരെ നീ ഒരു ഹാർട്ട് വരെ ഓനെ കൊണ്ട് മാറ്റി വെക്കാൻ പഠിപ്പിച്ചു പോന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം പണിക്ക് വരണ്ടാന്ന്. ഈ എൻ്റെ അച്ഛനുണ്ടല്ലോ 8ന്റെ പണി മേണിക്കുന്നതിൻ്റെ ഉസ്താദാണ്. ഒരു ദിവസം സുഹൃത്തിനെയും കൂടി കാഞ്ഞങ്ങാട് ബാറിൽ വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് പോയി. അടിച്ച് ഫിറ്റായിട്ട് ഓട്ടോറിക്ഷ ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നു. 8ന്റെ പണി കിട്ടും, കാരണം ഈ അമ്മമ്മേരല്ലേ മോൻ. ഓട്ടോറിക്ഷ ആക്കിയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒന്നിച്ചു പോയ സുഹൃത്ത് ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഓഫായി പോയി. ഉള്ളിൽ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, വെള്ളം തെളിച്ചാൽ മതി ചേട്ടാ, ഓണായി വന്നോളും. കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ ഓട്ടോറിക്ഷ ഇറങ്ങി. ഓട്ടോറിക്ഷ റണ്ണിങ്ങിലാന്നില്ലത്. അച്ഛൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, റെഡ് ഓക്സൈഡ് വരച്ച പോലെ റോഡിൽ അങ്ങ് വരഞ്ഞു. പക്ഷെ അച്ഛൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അടിപൊളി പുതിയ ചുമരിന് വൈറ്റ് വാഷ് അടിച്ച പോലത്തെ ഫിഗറുമായിട്ട് വീട്ടിൽ വന്നിട്ട് കിടപ്പായി. അമ്മമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അതായത് അമ്മമ്മക്ക് ഭയങ്കര ഭക്തിയാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു പഴനി പോകണം. ഞാൻ പറഞ്ഞു കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത നിങ്ങളെയും കൊണ്ട് പഴനിയിൽ എന്നെ കൊണ്ട് പോകാൻ പറ്റൂല, ഞാൻ വേണമെങ്കിൽ വഴിപാടെന്നും കഴിച്ചിട്ട് പ്രസാദം കൊണ്ടു തരാം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് മയിൽവാഹനന്റെ ഒരു ഫോട്ടോ കൊണ്ടു തരണം എന്ന് പറഞ്ഞു. ഈ അമ്മമ്മക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര പ്രശ്നമെല്ലാം വരലുണ്ട്. ഞാൻ എന്താക്കി, നേരെ പഴനി പോയി വഴിപാടെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് ഫോട്ടോ അങ്ങനെ കൊണ്ടു കൊടുത്തു. കുറേ സമയം ഫോട്ടോ നോക്കി എന്നെ നോക്കി, ഫോട്ടോ നോക്കി എന്നെ നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഇത് വിമാനത്തിൽ പോകുന്ന കുമാരന്റെ ഫോട്ടോ അല്ലേ എന്ന്.
ഈ അച്ചച്ചനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം എന്താ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മൂപ്പര് പുകയായിട്ട് മുകളിലോട്ട് പോയ ഒരാളാണ്. അപ്പൊ ഞാൻ അച്ചച്ചനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടാകുമ്പോ അമ്മമ്മക്ക് ഭയങ്കര സന്തോഷമായി. ഇതുവരെ ഇല്ലാത്ത നല്ല ചിരി, എന്താ ഓർമ്മകൾ അയവിറക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും നിന്റെ അച്ചച്ചൻ എന്ന് പറഞ്ഞാല് 1964 പ്രൊഫഷണൽ നാടകവേദിയിൽ കളിച്ച ആളാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. നമ്മളുള്ള ഈ സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം, അതെല്ലാം ഇങ്ങനെ അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഓർത്തു വെക്കും. ഈ 98 വയസ്സായ അമ്മമ്മക്ക് ഈ ഡേറ്റ് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മമ്മ ഈ ഡേറ്റ് നിങ്ങൾ ഇങ്ങനെ ഓർക്കാൻ കാരണം എന്തേ? അന്നാണ് മോനെ കമ്മിറ്റിക്കാരൻ നിന്റെ അച്ചച്ചൻ്റെ 2 അണപ്പല്ല അടിച്ചു തെറിപ്പിച്ചതെന്ന്. ഇങ്ങനെയാണെങ്കിലും നിന്റെ അച്ചച്ചൻ കളിക്കാത്ത സമിതിയില്ല, നിന്റെ അച്ചച്ചൻ്റെ കൂമ്പിനിട്ട് ഇടിക്കാത്ത കമ്മിറ്റിക്കാറുമില്ല. എൻ്റെ ബലമായ സംശയം എൻ്റെ രമേശ് ചേട്ടാ, കാലൻ്റെ കയ്യിൽ നിന്ന് ഈ അമ്മമ്മേരെ ലിസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം ആണെങ്കിലും എൻ്റെ ഒരു വീട്ടിലൊരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മ തന്നെയാണ്. താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു ചേട്ടാ. താങ്ക് യു. രഘുവേട്ടാ, how was it? വെരി നൈസ്. താങ്ക് യു സർ. കാരണം ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ കഥ തന്നെ. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ സത്യം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. സത്യം പറയാവുള്ളൂ. അപ്പൊ പറഞ്ഞാ കൊളാവും. ഇല്ല, സത്യമായിട്ട് പറഞ്ഞോളൂ. അതിനെന്താ പറയുന്നത്? അതായത് എന്റെ വീട്ടിലൊരു CCTV വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 2-3 എപ്പിസോഡ് വരെ കൊണ്ടുപോകാവുന്ന ഒരു പരിപാടിയായിട്ട്. അതാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം വീട്ടിലെ സംഭവമാണോ ചോദിക്കാൻ കാരണം അതാണ്. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണെങ്കിലേ പറയാനൊക്കെ. നല്ല പ്രകടനമായിരുന്നു. പിന്നെ നിങ്ങളാണെങ്കിലും സത്യത്തിൽ നിങ്ങളിപ്പോൾ കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാന്നറിയാമോ? നിങ്ങൾ നമ്മുടെ KGF ഗരുഡയുടെ ടീമിലൊക്കെ പെടുന്ന ആൾക്കാരുണ്ടല്ലോ, ബൈക്കിൽ വരുന്ന സംഘമുണ്ടല്ലോ, റോക്കി ബായ് എവിടെ പോയാലും അങ്ങനത്തെ ഒക്കെ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ലുക്കും അപ്പിയറൻസും ആളും ഒക്കെ ഉണ്ട് നിങ്ങൾ, അല്ലേ റോക്കി ബായുടെ ടീമിൽ? എന്നോട് ഒരു ഡയറക്ടർ ചോദിച്ചു, നിനക്ക് ജീവിതത്തിൽ പിന്നെ ആഗ്രഹം, എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമയിൽ ഒരു ഡയലോഗിൽ ഒരു വേഷം ചെയ്യണം എന്നല്ലേ ഒരു ആഗ്രഹം. എന്റെ അടുത്ത പടത്തിൽ നിങ്ങൾക്ക് വേഷമുണ്ട്. താങ്ക് യു സാർ. പൈസ മാത്രം ഒന്നും വേണ്ട സാർ എനിക്ക്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു. Once upon a time version 2.0 സ്റ്റാൻഡപ്പ് വേദിയിലേക്ക് എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജോമറ്റ്. നമസ്കാരം ജോമറ്റേട്ടാ. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. അതെ, തൊടുപുഴ. കേട്ടാ, തൊടുപുഴ എവിടെയാണോ ജോജിന്റെ വീട്? തൊടുപുഴ മടക്കത്താനം. മടക്കത്താനം. തൊടുപുഴ ഞാൻ SI ആയിട്ടിരുന്നിട്ടുണ്ട് 83. ഓ അല്ലേ. എന്നാ പിന്നെ ജോമറ്റിന്റെ പെർഫോമൻസിലേക്ക് കിടക്കാം. തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിളിക്കാം. നമസ്കാരം, എൻ്റെ പേര് ജോമറ്റ്. തൊടുപുഴയ്ക്കടുത്ത് മടക്കത്താനം എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്താണ് ഞാൻ വരുന്നത്. 2010 ഡിസംബറിലാണ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഞാൻ ഈ കാണുന്ന രഥത്തിലിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഡിസംബർ 24-ാം തീയതിയായിരുന്നു എൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തീയിലോട്ട് എന്നെ കൊണ്ടുപോയി. സ്കാനിങ് മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടുകിടത്തി. ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടുകിടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനായിട്ട് നമ്മുടെ കുറേ സംസാരിക്കും. പേരെന്താ, വീട് എവിടെയാ, നാട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് നമുക്ക് സംസാരിക്കും. അന്നേരം ഞാൻ നോക്കുമ്പോൾ 5 വർഷം എൻ്റെ ഒപ്പം ഒരുമിച്ച് പഠിച്ച എൻ്റെ കൂട്ടുകാരി നേഴ്സായിട്ട് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ രമേശ് ചേട്ടാ ഓപ്പറേഷൻ ടേബിളിൽ ക്രിസ്മസിൻ്റെ അന്ന് ഉണ്ണീശോ പുൽക്കുട്ടി പറഞ്ഞ പോലെ ഇങ്ങനെ കിടക്കുക. എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ പോലും ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ ഓർത്തോ വാർഡിലോട്ട് മാറ്റി. ഈ ഓർത്തോ വാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ കൈയൊടിഞ്ഞ കാലൊടിഞ്ഞ അങ്ങനെയുള്ളവരൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന വാർഡ്. ഇപ്പോൾ ഈ വാർഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും പുച്ഛ. ഈ വാർഡിൽ 2 തരത്തിലുള്ള നേഴ്സുമാരുണ്ട്. ഈ നേഴ്സുമാർ എന്നുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി പ്രായം കുറഞ്ഞ നേഴ്സുമാരും ഇച്ചിരി പ്രായം കൂടിയ നേഴ്സുമാരും. ഈ പ്രായം കുറഞ്ഞ നേഴ്സുമാരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഉത്തരവാദിത്ത ജോലിയോട്. കൃത്യസമയത്ത് വരും, കൃത്യസമയത്ത് രോഗികൾക്ക് മരുന്ന് എടുത്തു കൊടുക്കും, പിന്നെ രോഗികളോടൊക്കെ ഭയങ്കര ചിരിച്ച് സംസാരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ എന്നെ പോലുള്ളവർക്ക് ചെറിയൊരു മനസ്സുഖം കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പ്രായം കൂടിയ നേഴ്സുമാരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പ്രായം കുറഞ്ഞ നേഴ്സുമാരെ കൊണ്ടുള്ള പണി മുഴുവൻ എടുപ്പിക്കും. പിന്നെ ഇവർക്ക് എപ്പോഴും ഈ രോഗികളോടൊക്കെ ഭയങ്കര ഒരു പുച്ഛഭാവമാണ്. കഷ്ടകാലത്തിനെങ്ങാനും ഒരു തലേദിവസം ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ആ ദേഷ്യം കംപ്ലീറ്റ് ഇവർ രോഗികളുടെ അടുത്ത് തരും. പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ആശുപത്രിയിലെ ജനറൽ വാർഡാണ്.
കാരണം ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ണേണ്ട സമയമാകുമ്പോൾ കാന്താരി മുളക് അരച്ച ചമ്മന്തി മുതൽ മട്ടൻ ബിരിയാണി വരെ കിട്ടും വാർഡില്. എല്ലാ തൊടുപുഴയിലാണോ? ആ ആ ശരി. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം അതൊന്നും അവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രണയിക്കുമ്പോൾ കാമുകി കാമുകാർ വൈകുന്നേരം ആകുമ്പോൾ രാത്രിയിൽ അവരെ കട്ടിലേക്ക് കിടന്നുകൊണ്ട് തലവഴി പുതപ്പും മൂടി ഫോണും എടുത്ത് ചെവി വെച്ചിട്ട് അടക്കി പിടിച്ചുകൊണ്ട് സംസാരിക്കും. എന്നാൽ കട്ടിലിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് തലവഴി പുതപ്പും മൂടി ഫോണും എടുത്ത് ചെവി പിടിച്ച് സംസാരിക്കുന്ന കാഴ്ചയാണെങ്കിൽ അത് ആശുപത്രിയിലെ ജനറൽ വാർഡിൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ചെയ്ത് ഞാൻ വീട്ടിലോട്ട് പോരാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാൻ വണ്ടി കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 25 വർഷം ഒരു കമ്പനിയിൽ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിട്ടയർമെൻറ്റ് തരുന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം എന്നെ ചികിത്സിച്ച നേഴ്സുമാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്നെ ചികിത്സിച്ച അറ്റൻഡർമാരുണ്ട്, ക്യാൻറ്റീനിലെ ജീവനക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നൊരു യാത്രയപ്പ് നൽകിയ. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ ആശുപത്രിയിൽ ഏറ്റവും നാൾ അഡ്മിറ്റായി കിടന്ന വ്യക്തി ഞാനാ. 1-2 11 മാസം. പിന്നെ അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെളുപ്പിന് രാവിലെ ഒരു 7 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഭയങ്കര വലിയ ഒച്ചപ്പാടും ബഹളം കേൾക്കുക. അപ്പോൾ ഈ ഒച്ചപ്പാടും ബഹളം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അമ്മയും അനിയനൊക്കെ ഇറങ്ങി ഓടിച്ചെന്നു നോക്കിയപ്പോൾ എന്താ തൊട്ടടുത്ത് വീട്ടിൽ ചേട്ടൻ പ്രായമായ ഒരു ചേട്ടനാ. ആ ചേട്ടൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് കോട്ടുവായിട്ടിപ്പോൾ ഇങ്ങനെ തുറന്നു തന്നെ ഇരിക്കുക, അടയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അടുത്ത് വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു മെമ്പറുണ്ട്, മെമ്പറുടെ വീട്ടിലെ വണ്ടിയുള്ളൂ. അപ്പോൾ മെമ്പറുടെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ മെമ്പർ രാവിലെ ഒരു ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മെമ്പർ അടുത്ത് പറഞ്ഞു, മെമ്പർ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ചേട്ടനെ ക്യാഷ്വലായിട്ട് കയറ്റി വിട്ടു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് മെമ്പറുടെ മുട്ട് പൊട്ടി ചോര വരുന്നുണ്ട്. അപ്പം ആശുപത്രിയല്ല, എന്നൊരു ക്യാഷ്വലിൽ TT എടുത്തേക്കാം എന്ന് കരുതി TT എടുക്കാനായിട്ട് കയറി. TT എടുക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേഴ്സ് വന്നു, ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഈ മെമ്പറോട് ചോദിച്ചു മെമ്പറുടെ പേരെന്നാന്ന് ചോദിച്ചു. അപ്പോൾ മെമ്പർ പേര് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പാർട്ടി ഒന്നുമില്ല, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ നേഴ്സ് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി, അതാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി? എന്നെ നേരത്തെ കണ്ടിട്ട് പരിചയമുണ്ടോ, മുന്നേ പരിചയമുണ്ടോ, എൻ്റെ വീടിൻ്റെ അടുത്ത് എങ്ങനെയാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അതൊന്നുമല്ല, ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി സ്വതന്ത്രനാണെന്ന് അതാ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ പോലെയുള്ളവർ ഒന്നെങ്കിൽ വീൽ ചെയർ ഇരിക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ കിടപ്പിലായുള്ളവർ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീട്ടുകാർ നമ്മളോട് സ്നേഹത്തോടു കൂടി ഒരു ഭയങ്കര ക്രൂരത ചെയ്യും. അതെന്നാണെന്നറിയാമോ? ഞങ്ങൾ ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഞങ്ങൾ കിടക്കുന്നിടത്ത് കൊണ്ട് TV വെച്ച് തരും. ഈ TV വെച്ച് തന്നിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് TV വെച്ച് തരുന്നത്. എന്നിട്ട് വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ വീട്ടിലെ അമ്മയും വല്യമ്മയും കൂടി വന്നിട്ട് ഈ റിമോട്ടും എടുത്ത് കൈ പിടിച്ചിട്ട് ആ സീരിയൽ അങ്ങ് വെക്കും. 6:30 തൊട്ട് 9 മണി വരെ ഈ സീരിയലും ഇരുന്ന് കാണും. ഞങ്ങൾക്കാണെങ്കിൽ ഇരിക്കുന്നവർക്ക് എഴുന്നേറ്റ് പോകാനും പാടില്ല, ഈ റിമോട്ട് എടുത്ത് ചാനലും മാറ്റാൻ പറ്റത്തില്ല. സീരിയലിൻ്റെ മുമ്പിൽ ഞങ്ങൾ തോറ്റുപോകും. പിന്നെ ഞാനൊക്കെ ഒരു +2 കഴിഞ്ഞിറങ്ങുന്നത് 2005 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ 2005 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് കേരളത്തിലോട്ട് ബംഗാളികൾ പണിക്ക് വരുന്ന പോലെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ +2 കഴിഞ്ഞ് എല്ലാവരും കൂടി ഈ ബാംഗ്ലൂർക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം തൊടുപുഴയിൽ നിന്നൊരു ബസ് ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടെങ്കിൽ 90% ആൾക്കാരും നേഴ്സിംഗ് പഠിക്കാൻ പോകും. അപ്പോൾ ആദ്യമൊക്കെ ഈ നേഴ്സിംഗ് പഠിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും അഡ്രസ്സ് തപ്പി വരുവാണെങ്കിൽ ചേട്ടാ ഈ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോയി ആ സജിയുടെ വീട് ഏതാ എന്ന് ചോദിച്ചാൽ പറയും അതോ നേരെ ചെല്ലുമ്പോൾ ആ വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ 2ാമത് കടന്ന് വീടാന്ന് പറയും. അപ്പോൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ ഒന്നാരെങ്കിലും അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചേട്ടാ ഈ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോയി ഈ വിജീഷിൻ്റെ വീട് ഏതാ? മകനെ ഇവിടെ എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തർ നേഴ്സിംഗ് പഠിക്കാൻ പോയിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് കാര്യം പറയാൻ പറയും. അതേപോലെ അച്ഛൻ്റെ പേര് ഗോപി, അമ്മയുടെ പേര് സുമ, അങ്ങനെയാന്ന് പറയും. പറയും അതോ അത് ഈ ഇടത് സൈഡിൽ 2ാമത് കാണുന്ന വീടാന്ന് പറയും. ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ട്രെൻഡൊക്കെ അങ്ങ് മാറി, ഈ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ട്രെൻഡൊക്കെ അങ്ങ് മാറി. അപ്പോൾ വന്നിട്ട് ഇതുപോലെ ഒന്ന് അഡ്രസ്സ് ചേട്ടാ ഈ നേഴ്സിംഗ് പഠിക്കാൻ പോയ ആ പയ്യൻ്റെ വീട് ഏതാന്ന് ചോദിച്ചു. അപ്പോൾ പറയും അത് ഇതിൽ നേരെ ചെല്ലുമ്പോൾ ഒരു പാലം കാണും, ഒരു വലിയ പാലം. ആ പാലത്തിൻ്റെ അടിയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയ എല്ലാം ഒരു പണിയില്ലാണ്ട് ചുമ്മാ ചോറിയും കുത്തിരിപ്പെട്ട് അങ്ങടി എന്നായിരുന്നു പറയും. അപ്പം നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മതി എന്ന് പറയാറുണ്ട് അല്ലേ? എന്നാൽ ഒരിക്കലും മതി എന്ന് പറയാത്തൊരു കാര്യമാണ് ചിരി. വൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഒരു വേദിയിലൂടെ നമുക്കെല്ലാവർക്കും ഒരുപാട് ചിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വെരി ഗുഡ്, വെരി വെൽ ഡൺ. രഘുവേട്ടാ, നല്ല രസകരമായ കുറേ കഥകൾ കേട്ടു. താങ്ക് യു ഏട്ടാ. അതൊരു നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളെ പറ്റി നിങ്ങൾ പറയുമ്പം
അതെ. നിങ്ങളിൽ അത് ഫേസിൽ തന്നെ അത് ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. നല്ലൊരു കാര്യമാണ്. എനിക്കതല്ല, ഇവര് നമ്മുടെ ഷൂട്ടിങ്ങിന് വന്ന് രാവിലെ തൊട്ടിരുന്ന് കൈയടിക്കുന്ന കുട്ടികളാണ്, എല്ലാവരെയും പ്രോത്സാഹിക്കുന്ന കുട്ടികളാണ്. അതിനിടയിൽ ജോമറ്റ് പറഞ്ഞു, കാരണം ഏറ്റവും കാലഘട്ടം കഴിഞ്ഞ ആശുപത്രിയിൽ നിന്ന് പോയത് ഞാനാണ്, ഞാൻ 11 മാസം ആശുപത്രി കിടന്നു എന്ന് പറഞ്ഞപ്പോ ഇവര് കൈയടിക്കുന്നത്. അതിലൊരു കോമഡി ഇല്ല. ഒരാളയാളുടെ വേദന പറഞ്ഞതാണ്, ഞാൻ 11 മാസം ആശുപത്രി കിടന്നെന്ന്. അപ്പം ഭയങ്കര കൈയടി ഇവിടെ. എല്ലാം കോമഡി ആക്കിക്കൊണ്ടിരിക്കുക. ജോമറ്റെ നേഴ്സിംഗുകാർ കൂടിയിരിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ തമാശകൾ വളരെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ക്ലൈമാക്സ് പൊട്ടിച്ച തമാശകളായിരുന്നു. എല്ലാം വളരെ ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഏട്ടാ, താങ്ക് യു. ഓക്കെ, അപ്പോൾ വളരെ നല്ല കമന്റ്സ് ആണ്, നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത്. വളരെ മനോഹരമായി പെർഫോം ചെയ്തു. താങ്ക് യു സോ മച്ച്. വീണ്ടും വരണം. താങ്ക് യു. And now we move on to our special segment, the Excellence Award. Excellence Award സ്വീകരിക്കുവാൻ ഈ വേദിയിൽ എത്തുന്ന കലാകാരൻ പുതുതലമുറയിൽ വ്യത്യസ്തമായ ഹാസ്യകലാ പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ കലാകാരൻ. അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചവയാണ്. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മഹേഷ് കുഞ്ഞുമോൻ. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. മഹേഷ് കുഞ്ഞുമോന്റെ പ്രകടനങ്ങൾ ഞാൻ സ്റ്റേജിൽ ലൈവ് കണ്ടിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പരിപാടികൾ അവതരിപ്പിച്ച് ആദ്യം ഇത്രത്തോളം ജനകീയനായ മറ്റൊരു കലാകാരനില്ല. അതിൻ്റെ ഒരു ഫസ്റ്റ് ആള് നിങ്ങളാണ്. കാരണം കോവിഡ് കാലം വന്നു. ഓൾറെഡി ഇവിടെ ഉള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ മിമിക്രി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നവരാണ്. എന്നാൽ മഹേഷിനെ നമ്മൾ ആദ്യം കാണുന്നതും ഇഷ്ടപ്പെടുന്നതുമെല്ലാം ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയാണ്. ഒപ്പം അതിനൊരു വലിയ അപ്രീസിയേഷൻ കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഒരു സ്റ്റേജിൽ ഒരു 10,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റത്തിലോ ഒരു TV-യിൽ ഒരു വീട് മുഴുവൻ കേൾക്കുന്ന സൗണ്ട് സിസ്റ്റത്തിലോ അല്ല മഹേഷിന്റെ മിമിക്രി മുഴുവൻ മലയാളികൾ കേട്ടത്. ഒരു മൊബൈൽ ഫോണിന്റെ 1 സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള സ്പീക്കറിലൂടെയാണ്. ആ സ്പീക്കറിലൂടെ കേട്ടിട്ട് ഓരോ ശബ്ദവും മലയാളികൾ ഇത്രമേൽ കൃത്യമായി അടയാളപ്പെടുത്തിയെങ്കിൽ മഹേഷിന്റെ പ്രതിഭ വളരെ വലുതാണ്. വന്നതിൽ വളരെ സന്തോഷമുണ്ട് മഹേഷ്. മഹേഷേ, അതായത് ഇപ്പോൾ അദ്ദേഹം വിഷാരടി പറഞ്ഞതുപോലെ അതിനകത്ത് ഈ പറയുന്ന ചെറിയ ഇതിലൂടെ നിങ്ങളുടെ സൗണ്ടും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ വലിയൊരു സ്ക്രീനിൽ വരുമ്പോൾ എന്തായിരിക്കും അതിന് കൊണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും യുവർ പെർഫോമൻസ് ആൻഡ് യുവർ എബിലിറ്റി ആൻഡ് യുവർ എവറിത്തിങ് ഈസ് വെരി ഫൈൻ. കൺഗ്രാറ്റുലേഷൻ ഫോർ ഓൾ ദീസ് തിങ്സ്. വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് ചേട്ടാ, ഫണ്ട്സ് അപ്പോൺ ടൈമിൻ്റെ ഈ ഫ്ലോറിൽ എന്നെ വിളിച്ചതിൽ. സത്യം പറഞ്ഞാൽ ഞാൻ രമേശ് ചേട്ടൻ്റെ ഫ്രണ്ടിൽ നേരിട്ട് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു അവസരമാണിത്. അതിന് വലിയൊരു ഭാഗ്യം ഉണ്ടാകും. പിന്നെ ഭീമൻ്റെ ചേട്ടൻ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. എവിടെ സ്വന്തം സ്ഥലം എവിടെ? എൻ്റെ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിന്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത സാധനം എന്താണ്? ലേറ്റസ്റ്റ് ഇപ്പൊ എല്ലായിടത്തും വൈറലായത് പിണറായി സാറും മോദിജിയും കച്ചാപതം പാട്ട് പാടിയതാണ്. നമുക്ക് പിണറായി സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശൈലി, വളരെ പതുക്കെ ഓരോ സെന്റൻസും ഗ്യാപ്പിട്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ്. അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞാൽ ആ വാക്ക് തന്നെ ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൃത്യം അടുത്തതിന്റെ ഇടയിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഒരു മീറ്റർ. അതെ അതെ. പക്ഷേ പാർട്ടി സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് വേറെ രീതിയാവും. അപ്പൊ ഇച്ചിരി ഫാസ്റ്റ് ആവും. നിയമസഭയിൽ വേറെ രീതിയാവും. അപ്പൊ ആ 3 രീതികളും കേൾക്കാം നമുക്ക്. അപ്പൊ പാർട്ടി സമ്മേളനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു മാസ് ഡയലോഗ് അവതരിപ്പിക്കാം. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അതെല്ലാം ആ വഴിക്ക് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. ഞങ്ങളെ ബാധിക്കുന്നത് ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. പിഷാരടിക്ക് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇതിൽ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കോവിഡ് കേസ് ഓരോ ദിവസത്തെ എത്ര പേർക്ക് കോവിഡ് ബാധിച്ചു എന്നുള്ള റിപ്പോർട്ട് പ്രസ് മീറ്റിൽ പറയുമ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഭയങ്കര പതുക്കെ, കാരണം ഒട്ടും സന്തോഷമില്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇങ്ങനെയായിരിക്കും. ഇന്ന് 43,550 പേർക്ക് പുതുതായി രോഗബാധ ഉണ്ടായത്.
കാരണം ഈ ഒരു സെന്റൻസ് പറയാൻ വേണ്ടി ഒരുപാട് സമയം Yeah, അതെ, വിനോദ് സാർ എടുക്കും. മോദിജി ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു താളമുണ്ട്. मेरे प्यारे देशवासियों नमस्कार वंस अपॉन എ ടൈം बहुत बड़ा फन है ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിഷാരടിക്ക बहुत फन है मैं बहुत बढ़िया थैंक यू सो मच വേറെ വേറെ എന്താ ഞാൻ ഓക്കെ രഞ്ജി പണിക്കർ സാറ് ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര മസിൽ പിടിച്ച് ഫുൾ ടൈം മസിൽ ഇങ്ങനെ നെഞ്ചു പിടിച്ചായിരിക്കും അദ്ദേഹം മിക്ക ഡയലോഗുകളും. അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. അപ്പോൾ ഞാനൊന്ന് മസിൽ പിടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം വരും. പെട്ടെന്ന് ഞാനിങ്ങനെ ഒന്നും മസിൽ പിടിച്ചപ്പോഴാണ് അതിന് ശബ്ദത്തിലേക്ക് കടന്നു. എന്തായാലും എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. രമേഷ് പിഷാരടിയായിട്ട് ഞാൻ CBFIയിൽ എൻ്റെ ആക്ടറായിരുന്നു. വളരെ നല്ലൊരു ആക്ടറാണ് അദ്ദേഹത്തിന്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടത് ഒരു കൊമേഡിയനായ രീതിയിലാണ്. പക്ഷേ സീരിയസ് ആയ റോളുകൾ അദ്ദേഹത്തിന് വഴങ്ങുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. ഇപ്പം നമ്മുടെ ഇത് രഞ്ജി പണിക്കരൻ, ഈ രഞ്ജി പണിക്കറിൻ്റെ ഈ മസിലൊന്ന് വിടിപ്പിച്ച വേറെ സ്റ്റാറിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഞാൻ മസിൽ പിടിച്ചാൽ മാത്രമേ രഞ്ജി പണിക്കരേ ഉള്ളൂ. ഈ മസിലങ്ങനെ വിട്ടപ്പോൾ നമുക്ക് വേറെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിത്തി ജോസഫ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ 12th മാൻ ഇപ്പോൾ എൻ്റെ പുതിയ സിനിമയായിട്ടുള്ള 12th മാൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിലാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഈ ജിത്തി ജോസഫ് മസിൽ പിടിച്ചാൽ മാത്രം നമ്മുടെ രഞ്ജി പണിക്കരും ഈ രഞ്ജി പണിക്കർ ഇങ്ങനെ എന്താ പറയുക, ഈ മസിലെല്ലാം വിട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ചെറിയ ചേഷ്ടകളുണ്ടാകും. അല്ല ഞാൻ പല വീഡിയോസിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. കറക്റ്റ് മാനറിസവും ഫിഗറും കൂടി പിടിക്കാറുണ്ട്. മാത്രമല്ല ഡയാന, ഞാനൊക്കെ സ്റ്റേജിൽ പരിപാടി ശക്തമായി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനുകരിക്കുന്ന മിമിക്രിക്കാരിൽ ഭൂരിപക്ഷം ആളുകൾ മറ്റൊരു മിമിക്രിക്കാരനെ അനുകരിച്ചത് കണ്ടാണ് പഠിക്കുന്നത്. എന്നാൽ ഇവരുടെ സിനിമയിലെ ഡയലോഗ് അല്ലാത്തൊരു ഡയലോഗ് പറയുക, ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നത് പോലെ പറയുക എന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ ഒരു 100% ഡീറ്റെയിലിംഗ് ഹൃദയസ്ഥമാക്കിയാൽ മാത്രം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ പഠിച്ച സിനിമയിലെ ഡയലോഗ് പറയാന്ന് പറയുന്നത് ഈ രഘുചേട്ടനും പറഞ്ഞു വന്നിട്ട് വരണം വരണം മിസ്റ്റർ ഇന്ത്യയുടെ എല്ലാവർക്കും പറ്റും. യുവതലമുറയിലെ വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ഇവരുടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. അല്ല, വിനീതേട്ടൻ എൻ്റെ ശബ്ദമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ശബ്ദമാണ്. എന്നെ എല്ലാവരും കാണുമ്പോൾ തന്നെ വിനീതേട്ടൻ്റെ കാര്യം പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മൂക്കിലാണ് വിനീതേട്ടൻ ഇരിക്കുന്നത്. മൂക്കിൽ 3-4 പേര് ഇരിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ചെറുതായിട്ട് മൂക്കൊന്ന് അടഞ്ഞപ്പോൾ അതിൽ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇതെൻ്റെ ശബ്ദമാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂക്കടഞ്ഞാൽ വിനീതേട്ടൻ്റെ വോയിസിലേക്ക് ഇറക്കാം. പിഷാരടി ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പറയാ, ഇങ്ങനത്തെ ഒരു ഫണ്ട്സ് അപ്പോൺ ടൈം എന്നൊരു ഫ്ലോറിൽ വരാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. രവിചേട്ടാ എന്തൊക്കെയുണ്ട്, സുഖമാണോ? ഞാൻ രവിചേട്ടാന്ന് വിളിക്കാറില്ല, രഘു അങ്കിൾ എന്നാ വിളിക്കുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഡയാനെ കാണാൻ കഴിഞ്ഞിട്ട് സന്തോഷം. അപ്പൊ ഇത് വിനീതേട്ടനല്ലേ? ഈ വിനീതേട്ടൻ ഒന്ന് അമർത്തി സംസാരിച്ച വേറെ, കാരണം ഇതിനകത്ത് വേറെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ വിനീതേട്ടൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ വിനീതേട്ടൻ നിങ്ങളുടെ ഇവിടെ ആണെങ്കിലാണ് നമ്മുടെ ബാബുരാജേട്ടനാവണേ. അല്ല, ബാബുരാജേട്ടനാവണമെങ്കിൽ നമ്മൾ രഞ്ജിത് പണിക്കർ പറഞ്ഞ പോലെ മസിൽ പിടിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന് വേണ്ടി നമുക്ക് നേരം മസിൽ പിടിക്കാം. പക്ഷേ രഞ്ജിത് പണിക്കർ വരില്ല. കാരണം മൂക്കിങ്ങനെ അടഞ്ഞിരിക്കണോണ്ട് രഞ്ജിത് പണിക്കർ മൂക്ക് വിട്ടാലേ രഞ്ജിത് പണിക്കർ വരുള്ളൂ. നമുക്ക് കിട്ടാല് ലാലേട്ടൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ബാബുരാജ് എങ്ങനെയാണ്? എടാ, നിന്റെ അധ്വാനം ഇവിടെ ആരും കുറച്ചാണെന്നില്ല. പിന്നെ നീ കഷ്ടപ്പെട്ട് പണിയത്തുള്ളവരെ എന്നോട് പറയേണ്ട ആവശ്യമില്ല. അപ്പന് വേണ്ടി ഞാൻ ഇഷ്ടം പോലെ പണിഞ്ഞിട്ടുള്ള. എടാ, അതാണ് ജയിസാ ഞാനും പറഞ്ഞു. എടാ, അപ്പൻ്റെ ഞാൻ എന്താണ് ഈ ഡയലോഗൊക്കെ തെറ്റിപ്പോണല്ല. എന്തായാലും എൻ്റെ ആവശ്യമില്ല. അപ്പൊ ഇത് ബാബുരാജ്, ഇത് വിനീത് ശ്രീനിവാസൻ. അപ്പൊ ഈ വിനീത് ശ്രീനിവാസനും ബാബുരാജും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാമെങ്കിൽ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ വോയിസിലേക്കാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ്. ഇവിടെ ആരും കൈയടിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് ആന്റണി വർഗീസിലേക്ക് ഇപ്പൊ ഇത് ശ്രീനാഥ് വാസിയാണ്. എടാ, ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസേഴ്സ് ഇല്ല. ഇതിലേക്ക് പോവാ. ഈ ആന്റണി വർഗീസിന് ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പിണറായി വിജയനാവും. ഈ പിണറായി വിജയൻ ഒന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ സൗബിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ വരും. പിന്നെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും അറിയാമല്ലോ,
പിഷാരടി എന്തൊക്കെയുണ്ട്? സുഖം വിശ്വസിക്കുന്നു. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം എന്ന വേദിയിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓൺലൈൻ എന്താ പറയുക, ആളുകൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ ന്യൂസുകൾ. ഇതിലെനിക്ക് വളരെ നല്ല കാര്യം തന്നെ, കാരണം എപ്പോഴും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വായിക്കാൻ വേണ്ടിയിട്ട് വളരെ വില കുറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യാതിരുന്നാൽ നല്ലതായിരിക്കും തോന്നിയിട്ട്. ഇത് നമുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് സംസാരിച്ചാൽ നമ്മുടെ ജിനു ജോസഫ് ഇങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം സൈജു കുറുപ്പായി മാറും. ഈ സൈജു കുറുപ്പിനെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പട കുഞ്ഞപ്പനെ കയറത്തപ്പോ കാട്ട ചോരയാണ് മോത്രിച്ചത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ് ഞാൻ സൈജു കുറുപ്പായി മാറുക. ഈ സൈജു കുറുപ്പിന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചാക്കോച്ചനായി മാറാൻ കഴിയും. ചാക്കോച്ചൻ ഇങ്ങനെ കാണിച്ചാൽ ജിനു ജോസഫ് ആവും ഇങ്ങനെ രീതിയിൽ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇഫക്റ്റ് കൊടുത്താൽ മാത്രം മതി വിനായകനാവും. എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ ഡയാന? ഒരു പ്രത്യേക നമസ്കാരം ഡയാനക്കും ഭീമൻ രഘുചേട്ടനും ഫിഷാര ചേട്ടനും നല്ല നമസ്കാരം ഉണ്ടോ? അല്ല, ഞങ്ങളിപ്പോ നമ്മളിവിടെ വന്നേക്കുന്നത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിക്കാത്തത് എന്താണ്? അല്ല, നിങ്ങൾ ചോദ്യമല്ലേ ചോദിക്കണത്? അതെ, എന്നാ നിങ്ങൾ ചോദ്യം ചോദിക്കുക. ചോദ്യം മഹേഷേ, ഏറ്റവും ഇതുവരെ ഇവിടെ ചെയ്യാത്ത എന്തോ ഒരു പുതിയ ശബ്ദം ഇറക്കിയിട്ടില്ലേ? അത് ഇവിടെ ചെയ്യേണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുന്നതുണ്ടോ വല്ലതും? ജഗതി ചേട്ടന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന. അതെ, അത് ഞാൻ ശ്രമിക്കാം. ഞാൻ ആദ്യമായിട്ടാണ്. മോശമാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ട, കളഞ്ഞേക്കാം. ഓക്കെ. എത്രയോ ഹീറോമാരെ കണ്ടുവരികയാണ് ലളിത ചേച്ചിക്ക്. അത് അനുഭവം അറിയാം. പ്രേംനസീർ സാർ സെറ്റിൽ വരുന്ന ചിലർ അറിയാറില്ല. പ്രേംനസീർ സാർ വെയിറ്റ് ചെയ്യുന്ന വലിയ വിഷയമൊന്നുമല്ല. അത് കാത്തിരിക്കുന്നതിന് പരിവപ്പെടാറില്ല. പ്രൊഡക്ഷൻ ഫുഡിനെ പറ്റി പരിവപ്പെടാറില്ല. നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിന്റെ വലിപ്പമോ ഒരിക്കലും തൻ്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത അതുല്യനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു കലാകാരൻ. ഞാൻ പറയില്ല. സത്യം. താങ്ക് യു. വിജയ് സേതുപതിനെ ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ, അനുകരിക്കുമല്ലോ? കേൾക്കാൻ ആഗ്രഹമുണ്ട്, പ്ലീസ്. எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி. ரொம்ப நல்லா இருக்கு. உங்களை பேர் டயானா தானே? நான் பார்த்துருக்கேன், டிவியில் பார்த்துருக்கேன். ரொம்ப நல்லா ஆங்கரிங் பண்ணுங்க, ரொம்ப நல்லா இருக்கு. என்ஜாய் பண்ணுங்க. ஓகேவா? பிசாரி சேட்டா, எப்படி இருக்கீங்க? சௌக்கியமா இருக்கு. சௌக்கியமா இருக்கீங்களா? நான் CBI 5 பார்த்துருக்கேன். ரொம்ப நல்லா ஆக்டு. பின்ன நம்ம என்ன எனக்கு மைண்டில் ஒன்றுமே ஓடல. ஏன்னா எனக்கு மலையாளத்தில் பேச ரொம்ப கஷ்டம்தான். ஏன்னா ரொம்ப சந்தோஷமா இருக்கு. ரொம்ப தேங்க்யூ. മഹേഷ് കുഞ്ഞുമോൻ, എ വെരി ട്രൂലി ടാലന്റഡ് ആൻഡ് ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ്. തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ഫ്ലോറിലെത്തിയതിൽ ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരവുണ്ട്, സ്വീകരിക്കണം. അത് അദ്ദേഹത്തിന് നൽകുവാനായിട്ട് രഘുചേട്ടനെയും രമേശ് ചേട്ടനെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ മഹേഷ് കുഞ്ഞുമോൻ, കുറച്ച് നാളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ മിമിക്രിയുടെ ഒരു സുവർണ്ണകാലം എന്ന് വിളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മിമിക്രി കലാകാരന്മാർ വിമാനങ്ങളിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാതെ, ചാനൽ ഷൂട്ടിങ്ങുകളിൽ നിന്ന് പോകാനും റെക്കോർഡിങ്ങുകളിൽ നിന്ന് മാറാനും സമയം കിട്ടാതെ ഓടിയിരുന്ന ഒരു കാലം. അതൊരു മിമിക്രിയുടെ ഒരു പ്രതാപകാലം തന്നെയായിരുന്നു. ആ കാലത്തിന്റെ ഒരു അവസാന കാലങ്ങളിൽ വന്ന കലാകാരന്മാരുടെ ബാച്ചിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ. അവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് നോക്കുമ്പോൾ പുതിയ കലാകാരന്മാരായി വരുന്നവർ. മിമിക്രി ഒരു അനുകരണ കലയാണ്. ഞാൻ കണ്ടതിൽ ഭൂരിപക്ഷം കലാകാരന്മാരും തനിക്ക് മുന്നിൽ നടന്ന മിമിക്രി കലാകാരന്മാരെ അനുകരിച്ചാണ് മിമിക്രിക്കാരായത്. എന്നാൽ മുന്നേ പോയ ആരെയും അനുകരണങ്ങളാവാതെ, മുന്നിൽ പോയ ആരെയും മാതൃകകളാക്കാതെ സ്വന്തമായി ഒരു വഴിവെട്ടി ഗവേഷണം നടത്തി അന്വേഷിച്ച് കണ്ടെത്തി അവതരിപ്പിച്ച് ഫലിപ്പിച്ച് ആ വഴിയിൽ രാജാവായി നിൽക്കുന്ന ഒരാളാണ് മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഈ പുതിയ പ്രതിഭ. അദ്ദേഹം അനായാസമായി ഓരോ ശബ്ദങ്ങളും അനുകരിക്കുമ്പോഴും അതിന് പിന്നിൽ ദിവസങ്ങളിൽ നീളുന്ന പരിശീലനവും ക്ഷമാപൂർണമായ പരിശ്രമവും എല്ലാം ഉണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കെങ്കിലും അത് മനസ്സിലാകുന്നു. ഇത്രയും പ്രതിഭയുള്ള ഒരു കലാകാരനെ ഈ സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഇനി ആരെങ്കിലും പിണങ്ങിയാലും കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ടില്ല ഇത്രയും പ്രതിഭയുള്ളൊരു കലാകാരനെ. അദ്ദേഹത്തെ പോലെ ഒരാൾ
ഇതുപോലെ ഈ മഹേഷ് കുഞ്ഞുവനെ പോലെ ഒരാൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്നൊരു പുതിയ കലയിൽ പുതിയ ഒരുപാട് പ്രതിഭകൾ വരുന്ന ഈ വേദിയിൽ അവർക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ മാതൃകയാക്കണം, അനുകരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അധ്വാനം, ആരുടെയെങ്കിലും പോളിസീസ് അനുകരിക്കണമെന്ന് തോന്നുമെങ്കിൽ ഈ കലാകാരനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അനുകരിക്കാം. സ്നേഹപൂർവ്വം ഇവിടെ വന്നതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ വക ചെറിയ ഒരു ആദരവ്. മുകേഷ് OMR, ജോമറ്റ് ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ദി ബെസ്റ്റ് പെർഫോമർ എന്ന് നോക്കാം. ഇരുവരും സ്റ്റേജിലുണ്ട്. രമേശ് ഏട്ടാ, ആരാണെന്ന് പറയും? രണ്ടുപേരുടെ മികച്ച പ്രകടനങ്ങളായിരുന്നു. രണ്ടുപേരുടെ പ്രകടനങ്ങളും തമാശയുടെ അളവുകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. എങ്കിലും നമ്മളെപ്പോഴും ഈ ഫ്ലോറിലെ ഇവരുടെ പ്രകടനം അത് അണമുറിയാതെ, നിന്നു പോകാതെ, മറന്നു പോകാതെ ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകരെ ഏറ്റവും കൃത്യമായി ആര് ചിരിപ്പിക്കുന്നു എന്നത് കൂടെ കണക്കാക്കിയിട്ടാണ് ഓരോ എപ്പിസോഡിലെയും ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കുന്നത്. ഇന്നത്തെ ഈ രണ്ട് മികച്ച പ്രകടനങ്ങളിൽ കൂടുതൽ നന്നായത് ജോമറ്റ്. ടൈം വേർഷൻ 2.0 ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാക്കുവാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും കാണാം മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ. Until then, bye.